ആദ്യത്തെ ക്ലൂ ഞാൻ പറഞ്ഞു കഴിഞ്ഞിരുന്നു. കറണ്ട് ഭാർഗവൻ അടുത്തുണ്ട്. എല്ലാവരും നിറഞ്ഞ കയ്യടി കൊടുക്കുക. മെയ് മാസത്തിൽ ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ട് ഇന്ത്യ ടീം ഇതാ വിജയത്തീരം. ഇതാണ് മത്സരത്തിലുള്ള വിജയികൾക്കുള്ള സമ്മാനം. അല്ല, നേരത്തെ പോയ ടീമൊക്കെ തിരിച്ചെത്തിയോ? ഇതൊരു സ്പെഷ്യൽ ഗെയിമാണ്. സ്പെഷ്യൽ എന്നൊക്കെ എല്ലാവർക്കും അറിയാം, പക്ഷെ എന്നാലും നല്ല ഫണ്ണാണ് ഇത് കാണാനും കളിക്കാനും. നമ്മൾ പിന്നെ വ്ളോഗർ ആയതുകൊണ്ട് ഇവിടെ ഇരുന്ന് കാണുന്നു വീഡിയോ എടുത്തിട്ട്. നമ്മളതിന്റെ ബാക്കിലത്തെ വ്യൂ നോക്കി എന്റെ പൊന്നോ, ഒരു രക്ഷയില്ല. ഇതിലിപ്പോ നമ്മളെങ്ങനെയാണെന്ന് അറിയാം, ഇതില് ഇത്ര ആൾക്കാരെ എണ്ണം പറയും. നോക്കി, കണ്ടോ കണ്ടോ കണ്ടോ, 3 3 3 3 3 3 3 കണ്ട. അതപ്പോ ഇവര് ഈ ക്യാപ്പിട്ട 3 കണ്ട. ഇതില് അവരെ പിടിച്ചവരെയൊക്കെ വിടില്ല കേട്ടോ. ഇവര് കമ്മിറ്റിയാണ്. ഇവരെ പിടിച്ചാ അവര് പൊട്ടു. അതാ രസം. ഇപ്പൊ നമ്മൾ ഇറക്കിയതാണ്ടാ. ഇപ്പൊ നമ്മളെ പുതിയ ആയിട്ടുള്ളൂ. നോക്കിക്കോ. അതാണ് ഗൈസ് മറ്റൊരു ഗെയിം. ഇതിന്റെ പേരാണ് ജഗ് കപ്പ് ബലൂണ്. ഞാൻ കാണിച്ചുതരാം, കറക്റ്റായി കാണിച്ചുതരാം. ഇവിടെ ജഗ്ഗും കപ്പും ബലൂണും വെച്ചിട്ടുണ്ട്. കറക്റ്റായി ചാടണം. ഇതാണ് ഇതില് മെയിൻ ടാസ്ക്. ഞാൻ ജയിച്ചു. 2 മുട്ടായി 3 മുട്ടായി. സമ്മാനദാനം ഇബ്രാഹിം ബാദിഷ അപ്പിലുള്ള സമ്മാനദാനം നിർവഹിക്കുന്നതാണ്. ഗൈസ്, നമ്മളെ പ്രാർത്ഥനയുടെ വിജയം. മത്സരത്തിൽ വിജയിച്ചിരിക്കുകയാണ്. അടുത്ത മത്സരത്തിലേക്ക് എല്ലാവരും ഒന്ന് തയ്യാറായി വരേണ്ടതാണ്. അടുത്ത മത്സരം ഇടുപ്പ് വേദന പോലെ. കാൽമുട്ട്, കാൽപാദം, തല, ഇങ്ങനെ തന്നെയാണ്. കവിൾ, ഷോൾഡർ, ഒടുക്കത്തെ കളി നമ്മള് ഫുഡിൽ തീർത്ത്. നല്ല ഫുഡും, അത് പറഞ്ഞാൽ ചില്ലി ചിക്കൻ, നെയ്ച്ചോറ്, ചിക്കൻ കറി, ചൂട് കറി, ചപ്പാത്തി, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. നല്ല ഫുഡ്. എല്ലാവരും അടിപൊളി അടിയിലാണ്. കാരണം നല്ല ക്ഷീണമുണ്ട്. അതിൻ്റെയാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ ഗൈസ്, ഞാനൊരു മണ്ടത്തരം ചെയ്തു. അതാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നുമില്ല, മൈക്ക് ഓൺ ആക്കാൻ മറന്നുപോയി. അതപ്പോൾ ഉണ്ടായത്. പക്ഷേ ഞാൻ എടുത്ത് പറയുന്ന കാര്യം എന്താ വെച്ചാൽ, നമുക്ക് തന്ന സ്റ്റേ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി ആംബിയൻസും പിന്നെ കാം ആൻഡ് കൂൾ പ്ലേസ്, എന്താ പറയുക, നല്ല അന്തരീക്ഷം, അടിപൊളി അന്തരീക്ഷം. പിന്നെ എടുത്ത് പറഞ്ഞിട്ട് അവർ തന്ന ഫുഡ് ഒരു രക്ഷയില്ല. എന്താ ടേസ്റ്റ് എന്നറിയോ. ഒരാളും കുറ്റം പറഞ്ഞിട്ടില്ല. അത് ഇത് പറഞ്ഞിട്ട് ഒരെണ്ണം. അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട് തന്ന ഫുഡൊക്കെ കേട്ടോ. അടിപൊളിയാണ്. നമ്മൾ ഇവരെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് മറ്റേ സ്റ്റേ ഒക്കെ അടിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയൊക്കെയാണ്. ഞാൻ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോൾ നൈറ്റ് നമ്മളെ പാട്ടുകാരൻ നസീഫിൻ്റെ നല്ല അടിപൊളി, നല്ല ഈണത്തിലും താളത്തിലുള്ള പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരുന്ന് എല്ലാവരും കുറേ കഥകളൊക്കെ പറഞ്ഞ് കുറേ പേര് സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ പങ്കുവെച്ച് ഞാൻ ആ ഗ്യാപ്പിൽ മെല്ലെ പോയി കിടന്നുറങ്ങി. ബാക്കി ഞാൻ കാണിച്ചു തരാം. ഞാൻ എണീക്കുമ്പോൾ കണ്ടത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ക്രൗഡ് പുള്ള്. ക്രൗഡ് പുള്ളി പറയാ. എന്താണത്? നേരത്തെ അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഉപകാരങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോ ഒന്ന് പല്ലേക്കണം. ലേശം ചായ കുടിക്കുന്നവരൊക്കെ ഉണ്ട്. കുടിച്ചിട്ട് നമ്മളെ ട്രക്കിംഗ് ഉണ്ട്. 4 കിലോമീറ്റർ ട്രക്കിംഗ് ഉണ്ട്. ചെക്കന്മാരൊക്കെ ഏകദേശം റെഡി ഉണ്ട്. പോയിട്ട് പല്ലൊക്കെ തേച്ചിട്ട് ശീലമൊന്നുമില്ല, ചെയ്യല്ലേ, എല്ലാരും ഉള്ളതല്ല. ഒന്നും പറയാനില്ല.
കാലം ഇങ്ങനത്തെ ഒരു സംഭവം കാണണമെന്നില്ല. പ്രൊഫൈലിൽ ക്യാമ്പിന് ഒന്നുകൊണ്ട് അതൊന്ന് കാണാം. അപ്പോൾ ഈ ഒരു വൈബോട് കൂടി പല്ലേക്കാൻ പോവാണ്. വേസ്റ്റ് വരൂ, മോളിക്ക് വരൂ കേട്ടോ, വരൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 4.5 മീറ്റർ ട്രക്കിംഗ് 4.5 കിലോമീറ്റർ ട്രക്കിംഗ്. ഒന്നാമത് ഞാൻ ഭയങ്കര അക്ഷരസ്ഫുടതയാണ്, പിന്നെ പല്ലേക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ പല്ലേച്ച് കഴിഞ്ഞാൽ റെഡിയാവും. ഞാൻ വ്ളോഗർ ആയതുകൊണ്ട് എനിക്ക് ഓൾറെഡി തുറന്നു വെച്ചിട്ടുണ്ട്, കയറിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ എല്ലാവരും തുറന്നിറങ്ങിയപ്പോഴും എല്ലാവരും ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഞാൻ കയറിയ പോലെ തന്നെ കണ്ടവരൊക്കെ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. കുറേ പേര് അത്ഭുതം കണ്ടത് മതി വരാണ്ടും വീണ്ടും പുഴ കണ്ടിരിക്കണം. ആഷിക്കൊക്കെ ഒരുമാതിരി പല്ലേക്കൊക്കെയാണ്, വെറുതെ കാര്യമായിട്ടൊന്നുമില്ല. എന്നാലും നമ്മളെല്ലാവരും കാണുന്നുള്ളതുകൊണ്ട് മൂപ്പര് പല്ലൊക്കെ തേക്കുന്നുണ്ട്, അച്ചുവൊക്കെ ഉണ്ട്. പല്ല് തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ കറുപ്പാട്ടിക്കണം. കറുപ്പ് ഷർട്ടൊക്കെ ഇട്ട് ഞങ്ങൾ ഇനി നേരെ ട്രക്കിങ്ങിന് പോകണം. 4.5 കിലോമീറ്റർ ട്രക്കിങ്. ഞാൻ പിടുത്തം വിട്ട ആവേശം കൊണ്ട് ആദ്യം ഓടിക്കേറി പോകാനൊക്കെ നോക്കുന്നുണ്ട്. എന്തിനാണെന്നും അറിയില്ല, ഫസ്റ്റത്തെ ആവേശം തന്നെ ആയിരിക്കും. പിന്നെ എൻ്റെ മുഖം ശ്രദ്ധിച്ചു, ഞാൻ സൺസ്ക്രീൻ ഒക്കെ ഇട്ടിട്ടുണ്ട്, അതാണ് കുറച്ച് വെളുത്തിക്കുന്നത്. സീനില്ലേ. നമ്മളെ കുട്ടിക്കൊമ്പന് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാവരും പാടെ വന്ന് തുടങ്ങി. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഞങ്ങൾ കുറച്ചൊക്കെ ഇങ്ങനെ നടന്ന് തുടങ്ങി. ഞാൻ ആദ്യം വന്നിട്ട് ഇവിടെ റെസ്റ്റ് എടുത്ത് നിൽക്കുകയാണ്, എന്നിട്ട് ബാക്കിയുള്ളവരെയൊക്കെ ഷൂട്ട് ചെയ്യുക. അതൊക്കെയാണ് നമ്മളെ പരിപാടി. ഓരോരുത്തരായി വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇവരൊക്കെയാണ്, അവരൊക്കെ ഈ നടന്നു വരുന്നവരൊക്കെയാണ് ഇപ്രാവശ്യത്തെ ഓഡോഫൈനൽ ക്യാമ്പിന് മൂന്നാറിലേക്ക് എത്തിയവർ. ഇതിൽ കുറേ പേര് ഫ്രണ്ടിൽ പോയിട്ടുണ്ട്, കുറേ പേര് ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. അത് നോക്കും, മറ്റേ ഷർട്ടും ഷോളൊക്കെ ഇട്ടിട്ട് മറ്റേ കല്യാണത്തിന് വരുന്ന പോലെയൊക്കെ ഓരോരുത്തർ ഇറങ്ങിയിരിക്കണം. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാണണം അറിയാത്തതുകൊണ്ടാണ്, ഒന്നും അറിയാത്തതുകൊണ്ടാണ് പഞ്ചായത്ത് വിട്ട് പുറത്തിറങ്ങിയത് ഇപ്പോഴാണ് തോന്നുന്നത്. അതാണ് മറ്റേ മേക്കപ്പൊക്കെ ഇട്ടിട്ടാണ് ട്രക്കിങ്ങിന് വന്നിരിക്കുന്നത്. ടീഷർട്ട് അല്ലാണ്ട് ഷർട്ടും മറ്റേ ഫോർമൽ ലുക്കിലേക്കാണ് ട്രക്കിങ്ങിന് ഇറങ്ങിയിരിക്കുന്നത്. എന്തപ്പോൾ പറയുക, ഒക്കെ കാണുക തന്നെ അല്ലേ. ഇങ്ങനെ എത്ര ആൾക്കാരുണ്ടാവും. ആ കയറിയ കയറ്റത്ത് നിന്ന് കണ്ട ഈ വ്യൂ ആണ് ഒടുക്കത്തെ വ്യൂ, ഒന്നും പറയാനില്ല. എല്ലാവരും ഇങ്ങനെ നോക്കുക. ഞാനും അപ്പോൾ അവിടെ തന്നെ നിന്നു, കുറേ പേര് വീഡിയോ എടുത്തു. ആനനെ പുലിനെയൊക്കെ കാണാൻ പറ്റുകൊണ്ട് ഞാൻ നേരത്തെ വേഗം ഓടി വന്നിട്ട് ഇവിടെയൊക്കെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ആനപ്പിണ്ടി അല്ല തോന്നുന്നു, വേറെ എന്തിൻ്റെയോ കാട്ടമൊക്കെ കാണുന്നുണ്ട്. എന്നിട്ട് ഞാൻ അവിടെ തന്നെ നിന്ന് കുറച്ച് നേരം. ഇനി ഇവരൊക്കെ വരട്ടെ വന്നിട്ട് എല്ലാവരും എത്തി. ഇനിയാണ് ശരിക്കത്തെ പരിപാടി. ഒന്നുമില്ല, റീൽസ് ഷൂട്ട് ചെയ്യാൻ പോവാണ്. നമ്മളൊരു മാണിക്കക്കല്ലുണ്ട് ഇവിടെ ക്യാമറയും പിടിച്ചിട്ട്, അതുകൊണ്ട് നമുക്ക് റീൽസൊക്കെ ഇഷ്ടം പോലെ ഷൂട്ട് ചെയ്യാമെന്നാണ് മൂപ്പര് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ സംഭവം സ്റ്റാർട്ട് ചെയ്ത്. ഇതാണ് പരിപാടി റീൽസിൻ്റെ. കാടേറാൻ വാട്ടൊക്കെ ആ പാട്ടൊക്കെ അതൊക്കെ ഇട്ടിട്ടുള്ള പരിപാടി. ഇത് നമ്മുടെ ഓഡോഫൈലിൻ്റെ മറ്റേ ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും പാടെ അങ്ങനെ ഓടിപ്പോയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുക. ഫസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ തന്നെ പരിപാടി അളമ്പാക്കി തുടങ്ങി. ഓരോരുത്തർക്ക് പണി കൊടുത്തു തുടങ്ങി. പിന്നെ എല്ലാവരും പണി കൊടുക്കാൻ തുടങ്ങി. നമുക്കൊക്കെ പണി തന്നെ കിട്ടിയത്. അതെ ഇതുപോലെ ആ സെൻറ്ററിൽ നിൽക്കുന്ന ഒരു കറാട്ടക്കാരിയാണ്. അപ്പോൾ അവരെ സംഭവം വെച്ചിട്ട് ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാ. പിന്നെ ജോക്കായി തുടങ്ങി. അപ്പോൾ ഗായ്സ് ഇനിയിപ്പോൾ ഞങ്ങൾ എന്തോ എല്ലാവരും കറുപ്പൊക്കെ ഇട്ടിട്ട് എന്തോ മരണച്ചടങ്ങിനില്ല മെഡിറ്റേഷൻ അല്ലെങ്കിൽ കുറച്ച് കഥകൾ എന്തെങ്കിലും പറയാനായിരിക്കും വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ട്, ഫുള്ള് ബ്ലാക്കിലാണ്. ഇബ്രാഹിം ബാദുഷ ഫ്രം കോഡ് ബ്ലാക്കാണ് ഞങ്ങളുടെ. ഞാൻ പിന്നെ വന്ന മുത്തേ ബ്ലാക്കായിരുന്നു. ഞാനും ബ്ലാക്ക് തന്നെ. ഈ ചെറിയൊരു കുടിൽ അല്ല, ഒരു ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു വഴി കൂടെ ഇങ്ങനെ പോവാ. എന്നിട്ട് കുറച്ച് അപ്പുറത്തിട്ട് അത് ട്രക്കിംഗ് ഒന്നുമല്ല, ഓൾറെഡി നമ്മൾ രാവിലത്തെ ട്രക്കിംഗ് കഴിഞ്ഞാണ്. ഇത് ജസ്റ്റ് എന്തോ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കഥകളോ മെഡിറ്റേഷൻ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വിചാരിക്കുന്നു. ഇവിടെ വന്ന് വ്യത്യസ്ത നിങ്ങൾ ഇതുവരെയും മുൻപരിചയമില്ലാത്ത ഒരുപാട് ആളുകളെ പരിചയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ മുൻപരിചയമില്ലാതെ പരിചയപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി തോന്നിയിട്ടുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിലെഴുതാം. അതല്ലാതെ നിങ്ങൾക്ക് ഇതിലെ ക്യാമ്പിലെ കോർഡിനേറ്റേഴ്സിന് എഴുതുക, അല്ലെങ്കിൽ ക്യാമ്പിന് ടീമിന് വേണ്ടി എന്തെങ്കിലും എഴുതണമെങ്കിൽ ഗായ്സ് ഇതിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ഇവർ തന്നതാണ്. ഇതിൽ ഇവരെ കുറിച്ച് നല്ലതോ കെട്ടതോ എന്താ വെച്ച് എഴുതണം. ഇതാണ് നമുക്ക് തന്നിക്കുന്നത്. ഇതിനു വേണ്ടി ഇപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ ഇതിനായിരുന്നു. നമുക്ക് നോക്കാം അല്ലേ, എല്ലാവരും എന്തൊക്കെ എഴുതണം. ഇനി അതൊക്കെ ഇവിടെ പറയുകയും ചെയ്യും, പക്ഷെ പേരൊന്നും കൊടുക്കില്ലായിരുന്നു. അതൊക്കെ ഇവിടെ പറയും, അതാണ് രസം. നോക്കാം. ഒരു ദിവസം നീ വിജയിച്ചു കാണുക തന്നെ ചെയ്യും. എൻ്റെ പ്രാർത്ഥനയിൽ താൻ എന്നും ഉണ്ടാകും. വിഷ് യു ഓൾ ദി ബെസ്റ്റ് വിത്ത് ലവ്. ആഷിക്കിന് ആമിക്കുട്ടിക്കാണതല്ലേ.
ആമിക്ക് ആശിക്കുന്നില്ല ആമിക്ക് വിളിക്കാം. പേര് വെക്കാത്ത ഒരാളുണ്ട്. വേണ്ടിട്ടുള്ള ഒരു കത്ത് വന്നിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട് കൂട്ടുകാരൻ നേരിൽ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. മൂന്നാർ ക്യാമ്പിൽ പങ്കെടുക്കണമെന്നത് ആഗ്രഹമുണ്ടായിരുന്നു. ഇത് സാധിപ്പിച്ച അപ്പുലുവിനും തോടഫിൽ ക്യാമ്പിനും താങ്ക്സ്. അപ്പുലുവിനാണ് പ്രധാനപ്പെട്ട താങ്ക്സ് ഉണ്ട്. അപ്പുലുള്ള കത്ത് പോസ്റ്റ്മാൻ പോരാ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മൈക്ക് ആദ്യമായിട്ട് യൂസ് ചെയ്യണമെന്നൊക്കെ. പക്ഷേ അതന്നെ വീണ്ടും വീണ്ടും പൊട്ടത്തരം ആവർത്തിക്കുകയാണ്. മൈക്ക് ഓണാക്കാൻ മറന്നു. ഇപ്പോഴും ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ കുറേ മറന്നു പോയിട്ട് ഞാൻ അതാണ് വോയിസ് ഓവർ സെപ്പറേറ്റ് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. സെറ്റായിട്ടൊന്നും ഉണ്ടാവില്ല, എന്നാലും എല്ലാവരും കണ്ടിരിക്കണ്ടേ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ബിരിയാണിയും പിന്നെ സലാഡും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. ഒരു ക്യാമ്പ് എനിക്ക് തോന്നുന്നു ഉച്ചക്കലത്തെ പോകാൻ നേരത്തുള്ള ഉച്ചക്കലത്തെ ഫുഡും കൂടി പ്രൊവൈഡ് ചെയ്യാൻ തോന്നുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് തന്നത് ഹോട്ടോഫൈൽ ക്യാമ്പിന് വന്നുകൊണ്ടാണ്. ഇതാ ഇവരൊക്കെയാണ് കുക്കിങ്ങിൻ്റെയൊക്കെ മെയിൻ ആശാൻ. ഇയാളും നേരത്തെ കണ്ട മൂപ്പരൊക്കെയാണ്. ഒരു രക്ഷയില്ലാത്ത ഫുഡാണ്, നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ലാസ്റ്റ് അന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ട്. എൻ്റെ പൊന്നോ തൊള്ളേന്ന് പോകണമെന്നില്ല. അപ്പോൾ നല്ല ഫുഡൊക്കെ കഴിച്ച് ഈ ഒരു ആംബുലൻസിലൊക്കെ ഇവിടെ തന്നെ ഇരുന്ന് കൂടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇവരെ നമ്പർ എന്തായാലും കൊടുക്കുന്നുണ്ട്. നല്ല വ്യൂ ആണ്, അടിപൊളി വ്യൂ ആണ്. ഇപ്പോൾ കണ്ട പോലെ തന്നെ അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഗായ്സ് നമുക്ക് 2 കാട്ടാളന്മാരെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് റിവ്യൂവും കാര്യങ്ങളൊക്കെ പറയുന്നത് ഹോട്ടോഫൈൽ ക്യാമ്പിനെ കുറിച്ചിട്ട്. പക്ഷേ നേരത്തെ പോലെ തന്നെ ഞാൻ മൈക്ക് ഓണാക്കാൻ മറന്നുപോയി. പൊട്ടത്തരം, നോ പ്രോബ്ലം. ഇത് സ്ഥിരമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു വീഡിയോ വഴിയൊക്കെ ഇതൊക്കെ ഏകദേശം ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഇവരെന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ ഒരു രക്ഷയില്ല മക്കളെ. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുക, എനിക്കിപ്പോൾ ഇത് ഡബ് ചെയ്യാനും പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ഇവരൊന്നുമല്ല ഇങ്ങനത്തെ അല്ലേ, 2-3 ഉണ്ട്. ഞാൻ കാണിച്ചു തരാം എനിക്ക്. ഇതെൻ്റെ ഒരു കുഞ്ഞു പെങ്ങളാണ്. പക്ഷേ ഇവൾ ആദ്യമായിട്ടാണ് ഇന്ന് ക്യാമറേൻ്റെ പുറത്തേക്കൊക്കെ വന്നത്. പക്ഷെ എന്താ ചെയ്യുക, ഞാനൊരു പൊട്ടൻ, ഒരു ക്യാമറ അല്ല മൈക്ക് ഓണാക്കാൻ മറന്നുപോയി. അപ്പോൾ അവൾ എന്തൊക്കെയോ നല്ല രീതിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും അതിൽ എടുക്കാൻ പറ്റിയില്ല. എൻ്റെ മിസ്റ്റേക്ക്, നോ വേ. അതുപോലെ ഇതാണ് അൻഷാദ്. മൂപ്പര് നല്ല റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ക്യാമ്പിലേക്ക് എത്തിയത്. കാരണം മൂപ്പര് ബസ് മിസ്സായി. എന്നിട്ട് മൂപ്പര് KSRTC ബസ്സിലൊക്കെ പിടിച്ചിട്ടൊക്കെ വന്നത്. മൂപ്പര് ഇതേപോലെ റിവ്യൂവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എന്ത് ചെയ്യുക, മറ്റേ ഞാൻ പറയുന്നില്ല, ഡയലോഗ് പറഞ്ഞാൽ ചിലപ്പോൾ കൂടി പോകും. അപ്പോൾ ഗൈസ് അവസാനത്തെ ഈ ഒരു ഫോട്ടോഷൂട്ടോട് കൂടി നമ്മളെ ക്യാമ്പ് ഏകദേശം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മെമ്മറീസ് എന്ന ഓട്ടോഫൈലിലെ ക്യാമ്പും ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. അടുത്തൊരു ക്യാമ്പ് കല്ലാർ വെച്ച് നടക്കുന്നുണ്ട് 31-1 തീയതികളായിട്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും ബുക്ക് ചെയ്യുക. അടുത്ത് നിങ്ങളെ കഴിവുകളും നിങ്ങളെ കുറച്ച് മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ചുവിട്ടിക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സലാം.